ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഈ ഒരു സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇനി യൂട്യൂബിൽ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. നമ്മുടെ വീഡിയോക്ക് താഴെ കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരത് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഫിറോസ്ക കുക്കിംഗ് വ്ളോഗ് ചെയ്യുന്ന ഫിറോസ്ക ചാനൽ നിർത്തുന്നു, അല്ലെങ്കിൽ ഇനി വീഡിയോ ഇടുന്നില്ല, അവര് വേറെ ബിസിനസ്സിലേക്കൊക്കെ മാറുന്നുണ്ട്. അപ്പൊ അവര് ഇത്രയും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള അവര് വരെ യൂട്യൂബ് ഇനിയിൽ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ചെറിയ രീതിയിലുള്ള നമ്മൾ ഇനി വന്ന് വീഡിയോ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. അപ്പൊ ഫിറോസ്ക ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ റീച്ച് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഇൻസ്പയർ ആയിട്ട് ഒരുപാട് ക്രിയേറ്റേഴ്സ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പോലുള്ള ഒരു ക്രിയേറ്റർ യൂട്യൂബിൽ ഇനി മുതൽ ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, അതല്ലെങ്കിൽ ലോങ് വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ഇനി യൂട്യൂബിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പൊ അത് അത്രത്തോളം സ്വാധീനം അദ്ദേഹം ചെലുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു അല്ലെങ്കിൽ പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഒരു സംശയം വരുന്നത്, ഇനി അങ്ങനെ തുടങ്ങിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ചാണ് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടും യൂട്യൂബിലേക്ക് ഇനി കടന്ന് വന്നിട്ട് പുതിയ ക്രിയേറ്റേഴ്സ് ഒക്കെ ഇനി അങ്ങനെ വീഡിയോസ് ചെയ്തിട്ട് കാര്യമുണ്ടോ, ഈ ഒരു സംശയം പലർക്കും ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, യൂട്യൂബേഴ്സ് പല തരത്തിലാണ് വീഡിയോസ് ചെയ്യുന്നത്. ഒരുപാട് സമയമെടുത്ത് ഒരുപാട് എക്സ്പെൻസ്, നല്ല ചെലവ് ഉള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു എക്സ്പെൻസും ഇല്ല, വളരെ ഈസി ആയിട്ട് വീഡിയോസ്, വോയിസ് ഓവർ ചാനലാണെങ്കിലും വ്ളോഗ് ആയാലും വളരെ ഈസി ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ കാറ്റഗറി അനുസരിച്ചിട്ട് അത് മാറി മറിഞ്ഞിരിക്കും. ഇപ്പോൾ കുക്കിംഗ് വ്ളോഗ് തന്നെയാണെങ്കിലും തീരെ എക്സ്പെൻസ് ഇല്ലാതെ ചെയ്യുന്നവരുണ്ട്. എന്നാലോ നല്ല എക്സ്പെൻസ്, ഇപ്പം നമ്മുടെ ഫിറോസ്ക ആണെങ്കിൽ പോലും അവരുടെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസും അതുപോലെ സമയവും നല്ല കഷ്ടപ്പാടും ഉണ്ട്. അപ്പൊ അവരുടെ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ നോക്കി എന്താണ് പറയുന്നത് എന്നുള്ളത്. അപ്പൊ അവര് ലോങ് വീഡിയോക്ക് പഴയ റീച്ച് കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ട് അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പോൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും ഇങ്ങനെ മെച്ചപ്പെടുത്തേണ്ടി വരും. അത് നിങ്ങൾക്ക് അറിയാലോ, അവരുടെയൊക്കെ ചാനലിന്റെ ഒരു ഇന്ന് ഒരു മീനിനെ ആണെങ്കിൽ നാളെ ആടിനെ ആയിരിക്കും, മറ്റന്നാള് പോത്തിനെ ആയിരിക്കും, അങ്ങനെ 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 വലുതായി വരികയാണ്. ഏതറ്റം വരെ എന്നുള്ളത് നിങ്ങൾക്കറിയാം, പല വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും റിസ്ക് എടുക്കുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് മുമ്പ് കിട്ടിയിരുന്ന റവന്യൂ ഒരു പക്ഷെ കുറവായിരിക്കാം. പിന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇനിയും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യും, പക്ഷെ ഇപ്പൊ മാറിയ കാലത്ത് ഷോർട്സ് വീഡിയോസ്, റീൽസിലാണ് കൂടുതൽ ആളുകൾക്ക് താല്പര്യം. അപ്പൊ ഇനി മുതൽ റീൽസ് ചെയ്യുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനോട് കൂടെ അദ്ദേഹം ഒരു പുതിയൊരു ബിസിനസ്സിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സും യൂട്യൂബേഴ്സ് അവർ ചാനലൊന്ന് റീച്ചായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് മാറാറുണ്ട്. എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിനുള്ള തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്, ആ ഒരു ബിസിനസ്സിലേക്ക് കടക്കണം എന്നുള്ളത്. പിന്നെ യൂട്യൂബ് അപ്പൊ നമുക്ക് അറിയാലോ, നമ്മുടെ എന്നും എല്ലാ കാലത്തും എങ്ങനെയാണ് എന്താന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും ബിസിനസ്സിലേക്ക് മാറണം, അതല്ലെങ്കിൽ റീച്ച് കുറവുണ്ട്, ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അദ്ദേഹം യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ ലോങ് വീഡിയോയിൽ നിന്ന് മാറുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും. മുമ്പത്തെ റവന്യൂ വരുന്നുണ്ടായിരിക്കില്ല, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം, കഷ്ടപ്പാടുണ്ട് ഒരു വീഡിയോ നമ്മളിലേക്ക് എത്താൻ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു സാധാരണ ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുമ്പോൾ നല്ല എക്സ്പെൻസും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ചെറിയ ക്രിയേറ്റേഴ്സിനാണ്, ഇപ്പൊ സാധാ കുക്കിംഗ് വ്ളോഗ് അവരുടെ വീട്ടിലൊരു എന്താ പറയാ മെറ്റീരിയൽസ് വെച്ച് ചെയ്യുമ്പോൾ ഒരു പക്ഷെ അത്ര ചെലവ് വരുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് അവിടെ 1-2 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അതല്ലെങ്കിൽ ചെറിയ ചെറിയ ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഇപ്പൊ നമുക്കറിയാം സ്ഥിരമായിട്ട് $200 $300 അവരുടെ എയിം അതാണ്, അത്ര കിട്ടിയാൽ മതി. കാരണം അതിനുള്ള എഫേർട്ട് അവർ എടുക്കുന്നുണ്ടായിരിക്കുള്ളൂ. അത് അവർക്ക് അറിയാം അവരുടെ ലിമിറ്റ്, ഞാൻ ചെയ്യുന്ന വീഡിയോ ഇത്രയും ഈ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള നിങ്ങളുടെ എയിം എന്താണ്? നിങ്ങൾ യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരാളുടെയും ട്രാക്ക് അല്ല നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് ആണ്. അതേ സബ്സ്ക്രൈബേഴ്സിനുള്ള അതേ ആൾക്കൂട്ടുള്ള വേറൊരു ചാനൽ 100% യൂട്യൂബിൽ വേറൊരാൾക്ക് ഉണ്ടാവില്ല. ഇപ്പൊ എനിക്കുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരു ചാനല് വേറൊരാൾക്ക് ഇതേ ആൾക്കൂട്ടം ഉണ്ടാവില്ല. അവർക്ക് വേറെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റവന്യൂ എത്രയാണ്, അത് നിങ്ങളുടെ
എക്സ്പെൻസ് എത്രയാണ്, ഇതിനനുസരിച്ചിട്ടാണ് നിങ്ങളും യൂട്യൂബിൽ മുന്നോട്ട് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. ഇപ്പൊ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ചിലരുണ്ടായിരുന്നു, അവര് ഈ AI ഉപയോഗിച്ച് സോഫ്റ്റ്വെയറിനൊക്കെ നല്ല ക്യാഷ് കൊടുത്ത് വീഡിയോ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവര് ഇത് റവന്യൂ അതിലെ നമ്മുടെ എക്സ്പെൻസും ഈ ഒരു വരുമാനത്തെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവരും നോക്കുന്നുണ്ട്. അതിൽ കൂടുതൽ കിട്ടുമ്പോഴാണ് അവർ യൂട്യൂബിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ അത് എല്ലാ ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട്, അത് എഫേർട്ട് മാത്രമല്ല, നമ്മൾ ശാരീരികമായിട്ടുള്ള അനുഭവിക്കുന്ന ബുദ്ധിമുട്ടല്ല, നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത്, ക്യാഷും കൂടി അതിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ എന്തായാലും ആ ഒരു ലിമിറ്റ് നമുക്ക് എത്രയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ കേരളത്തിലുള്ള ചെറിയ നിങ്ങളൊക്കെ ആണെങ്കിലും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയൊരു റവന്യൂ പ്രതീക്ഷിച്ച് യൂട്യൂബിൽ വരുന്നവരല്ല. ഞാൻ അറിയുന്ന മിക്ക ക്രിയേറ്റേഴ്സും പറയുന്നത് $100 മിനിമം മാസം കിട്ടിയാൽ ഞങ്ങൾ ഹാപ്പിയാണ് എന്നുള്ളത്. $100 എന്നല്ല, 1000, 2000, 3000, 4000 ഒക്കെ സ്ഥിരമായി കിട്ടുന്ന ക്രിയേറ്റേഴ്സ് ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. യൂട്യൂബിൽ ഇപ്പോഴും അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നവരുണ്ട്. പിന്നെന്താണ്, ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മളിങ്ങനെ ഇപ്പോൾ ഫിറോസ്ക ചെയ്ത പോലെ തന്നെ ഓരോ വീഡിയോയിലും നമ്മളിങ്ങനെ അപ്ഡേറ്റ് ആയി ക്വാളിറ്റി കൂട്ടി ആളുകൾ കൂടുതൽ പ്രതീക്ഷിക്കും. നമ്മൾ ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ നമ്മളെ കുറിച്ച് അവർ മനസ്സിലായി. ഇപ്പൊ അതേ പാറ്റേണിൽ തന്നെ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട വീഡിയോ ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യേണ്ടി വരും. പിന്നെ വീഡിയോന്റെ കാറ്റഗറി അനുസരിച്ചിട്ട്, ഇപ്പൊ മൂവി റിവ്യൂ പറയുന്നവർക്ക് അവർ സേഫ് ആണ്, സ്പോർട്സിന്റെ റിവ്യൂ പറയുന്നവർ അവർ സേഫ് ആണ്. അവർക്കൊന്നും പിന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളോ എക്സ്പെൻസ് ഒന്നും ആവശ്യമില്ല, വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും. അപ്പൊ നിങ്ങളുടെ വീഡിയോന്റെ നാച്ചർ, നിങ്ങൾ ചെലവഴിക്കുന്ന സമയം, ക്യാഷൊക്കെ അനുസരിച്ചിട്ടുള്ള റവന്യൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ കരുതി നിങ്ങൾ യൂട്യൂബിലേക്ക് വരാതിരിക്കേണ്ട. ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് റിട്ടേൺ കിട്ടില്ല, യൂട്യൂബിൽ വരുമാനം ലഭിക്കില്ല എന്നുള്ളത് നിങ്ങൾ സീരിയസ് ആയിട്ട് കണ്ട് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു എമൗണ്ടിൽ കൂടുതൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ അങ്ങനെ ലഭിക്കുന്ന ഒരുപാട് ചാനൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഷോർട്സ് ആയാലും ലോങ് ആയാലും അവർക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാരണം വെച്ചിട്ട് നിങ്ങൾ മൂഡ് ഓഫ് ആയിട്ട് യൂട്യൂബിൽ ഇനി മുതൽ വരുമാനം ലഭിക്കില്ല എന്ന് തെറ്റിദ്ധരിക്കേണ്ട. തീർച്ചയായും അദ്ദേഹത്തിന്റെ കാര്യം ലൈവിൽ വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ആവില്ല നമുക്ക്. നമ്മുടെ ചാനലിന്റെ സ്വഭാവവും കാര്യത്തിനൊക്കെ എല്ലാം ഇതിന് ഘടകങ്ങളും അനുസരിച്ചിട്ട് വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് യൂട്യൂബിൽ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.